ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ അഥവാ മാനേജീരിയൽ കൺട്രോളിൻ്റെ പ്രധാനപ്പെട്ട ടെക്നിക്സുകളെ കുറിച്ചാണ് പറയുന്നത്. അത് രണ്ട് തരത്തിലുള്ള ടെക്നിക്സ് ഉള്ളത്, ഒന്ന് ട്രഡീഷണൽ ടെക്നിക്സും പിന്നെ ഒന്ന് മോഡേൺ ടെക്നിക്സും. അതിൽ ആദ്യം നമുക്ക് പറയാനുള്ളത് ട്രഡീഷണൽ ടെക്നിക്സ് അല്ലെങ്കിൽ പരമ്പരാഗതമായ ടെക്നിക്കുകളെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് പേഴ്സണൽ ഒബ്സർവേഷൻ അഥവാ വ്യക്തിപരമായ നിരീക്ഷണം. രണ്ടാമത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ. മൂന്നാമത്തത് ബ്രേക്ക് ഈവൻ അനാലിസിസ്. നാലാമത്തത് ബഡ്ജറ്ററി കൺട്രോൾ. അപ്പോൾ 4 തരത്തിലുള്ള മാനേജീരിയൽ കൺട്രോളിങ്ങിനെ കുറിച്ചിട്ടാണ് നമുക്ക് ട്രഡീഷണൽ ടെക്നിക്സിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. പേഴ്സണൽ ഒബ്സർവേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് പേഴ്സണൽ ഒബ്സർവേഷൻ അഥവാ വ്യക്തിപരമായ നിരീക്ഷണം. എന്താണ് പേഴ്സണൽ ഒബ്സർവേഷൻ നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ മോസ്റ്റ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കൺട്രോൾ. പേഴ്സണൽ ഒബ്സർവേഷൻ എനേബിൾസ് ദ മാനേജർ ടു കളക്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. It also creates a psychological pressure on the employees to perform as well as they are aware that they are being observed personally on their job. അപ്പോൾ എന്താണ് പേഴ്സണൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ വ്യക്തിപരമായ നിരീക്ഷണം നോക്കാം. ദിസ് ഈസ് ദ മോസ്റ്റ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കൺട്രോളിങ്. കൺട്രോളിങ്ങിൻ്റെ ഏറ്റവും പരമ്പരാഗതമായ രീതിയാണ് വ്യക്തിപരമായ നിരീക്ഷണം അല്ലെങ്കിൽ പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ പേഴ്സണൽ ഒബ്സർവേഷൻ എനേബിൾസ് ദ മാനേജർ ടു കളക്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. അതായത് വ്യക്തികളിൽ നിന്നും നേരിട്ട് ഇൻഫർമേഷൻ ലഭിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ലഭിക്കാൻ മാനേജറെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വ്യക്തിപരമായ നിരീക്ഷണങ്ങളാണ്. ഇത് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നത് മാനേജ്മെൻറ്റിനെ സഹായിക്കുകയും അതോടൊപ്പം തന്നെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ കൂടെ മികച്ച പ്രകടനം നടത്താനുള്ള മനഃശാസ്ത്രപരമായ സമ്മർദ്ദം ജീവനക്കാരിൽ ഉണ്ടാക്കുകയും ചെയ്യും. It also creates a psychological pressure on the employees to perform well as they are aware that they are being observed personally on their job. ഓരോ വ്യക്തിയും പേഴ്സണലി നിരീക്ഷിക്കുന്നു എന്ന കാരണം കൊണ്ട് സ്വാഭാവികമായിട്ട് നേരിട്ടുള്ള നിരീക്ഷണം മുഖാന്തരം മികച്ച പ്രകടനം നടത്താനുള്ള മനഃശാസ്ത്രപരമായ സമ്മർദ്ദം ജീവനക്കാരിൽ ഉണ്ടാക്കുന്നതിന് ഇതൊരു കാരണമായിട്ട് മാറുന്നു. അപ്പോൾ വ്യക്തിപരമായ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു രീതിയാണ് വ്യക്തിപരമായ നിരീക്ഷണം. നേരിട്ട് നിരീക്ഷിക്കുന്നതിനാൽ മികച്ച പ്രകടനം നടത്താനുള്ള മനഃശാസ്ത്രപരമായ സമ്മർദ്ദം ജീവനക്കാരിൽ ഉണ്ടാവുകയും ചെയ്യും. ദിസ് ഈസ് ദ മോസ്റ്റ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കൺട്രോൾ. പേഴ്സണൽ ഒബ്സർവേഷൻ എനേബിൾസ് ദ മാനേജർ ടു കളക്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് മാനേജറെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പേഴ്സണൽ ഒബ്സർവേഷനാണ്. ഇറ്റ് ആൾസോ ക്രിയേറ്റ്സ് എ സൈക്കോളജിക്കൽ പ്രഷർ ഓൺ ദ എംപ്ലോയീസ്. എംപ്ലോയീസിൽ ഒരു സൈക്കോളജിക്കൽ പ്രഷർ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ സമ്മർദ്ദം ക്രിയേറ്റ് ചെയ്യുകയും to perform well as they are aware that they are being observed personally on their job. ഓരോ വ്യക്തിയെയും അവരുടെ ജോലിയിൽ പേഴ്സണലി ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ അവർക്ക് മനഃശാസ്ത്രപരമായി കൂടുതൽ മികച്ച പ്രകടനം നടത്താനുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയെടുക്കാൻ വ്യക്തിപരമായ നിരീക്ഷണം കൊണ്ട് കഴിയുന്നുണ്ട്. രണ്ടാമത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് എന്ന് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആർ ഇൻ ദ ഫോം ഓഫ് ആവറേജസ്, പെർസെൻറ്റേജസ്, റേഷ്യോസ്, കോറിലേഷൻ എക്സെട്ര പ്രസൻറ്റ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ടു ദ മാനേജേഴ്സ് റിഗാർഡിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ വേരിയസ് ഏരിയാസ്. സച്ച് ഇൻഫർമേഷൻ ആർ പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഗ്രാഫ്സ്, ചാർട്ട്സ്, ടേബിൾസ് എക്സെട്ര. സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ശരാശരി, ശതമാനം, അനുപാതം തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്കൽ അളവുകൾ സ്ഥാപനത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രകടനങ്ങളെക്കുറിച്ച് മാനേജർമാർക്ക് വിവരങ്ങൾ നൽകുന്നതിന് ഉതകുന്ന റിപ്പോർട്ടുകളാണ്. ശരാശരി അതായത് പെർസെൻറ്റേജസ്, ആവറേജസ്, റേഷ്യോസ്, കോറിലേഷൻ ഇതുപോലുള്ള ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രകടനങ്ങളെക്കുറിച്ച് മാനേജർമാർക്ക് വിവരങ്ങൾ നൽകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണത്. These provide useful information to the managers in the organization in various areas. Such information are presented in the form of graphs, charts, tables, etc. അത്തരത്തിലുള്ള ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യുന്നത് ഗ്രാഫുകളായിട്ടും ചാർട്ടുകളായിട്ടും ടേബിളുകളായിട്ടുമാണ് ഇത് പ്രസൻറ്റ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ശരാശരി, ശതമാനങ്ങൾ, അനുപാതങ്ങൾ തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്കൽ അളവുകൾ സ്ഥാപനത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രകടനങ്ങളെക്കുറിച്ച് മാനേജർമാർക്ക് വിവരങ്ങൾ നൽകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ചില ട്രഡീഷണൽ ടെക്നിക്കുകൾ അല്ലെങ്കിൽ പരമ്പരാഗതമായ ടെക്നിക്കുകളാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫോം ഓഫ് ആവറേജസിൻ്റെ രൂപത്തിലാകാം, പെർസെൻറ്റേജസിൻ്റെ രൂപത്തിലാകാം, റേഷ്യോസ് ആകാം, കോറിലേഷൻ ആകാം എക്സെട്ര പ്രസൻറ്റ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ടു ദ മാനേജേഴ്സ് റിഗാർഡിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ വേരിയസ് ഏരിയാസ്. സച്ച് ഇൻഫർമേഷൻ ആർ പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഗ്രാഫ്സ്, ചാർട്ട്സ്, ടേബിൾസ് എക്സെട്ര. ഈ ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യുന്നത് ഗ്രാഫുകളായിട്ടും ചാർട്ടുകളായിട്ടും ടേബിളുകളായിട്ടും ആയിരിക്കും.
മൂന്നാമത്തത് ബ്രേക്ക് ഈവൻ അനാലിസിസ്. എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് നോക്കാം. ബ്രേക്ക് ഈവൻ അനാലിസിസ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ബൈ മാനേജേഴ്സ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്സ്. ഇറ്റ് ഡിറ്റർമിൻസ് ദ പ്രോബബിൾ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. The sales volume at which there is no profit, no loss is known as break-even point. എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് നോക്കാം. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ബൈ മാനേജേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. ചിലവും അതുപോലെ തന്നെ ലാഭവും അതുപോലെ തന്നെ അളവും സംബന്ധിച്ചിട്ടുള്ള പഠനത്തിന് ഉപയോഗിക്കുന്ന മാനേജേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിറ്റർമിൻസ് ദ പ്രോബബിൾ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. വ്യത്യസ്ത ലെവലുകളിലെ പ്രവർത്തനങ്ങളുടെ ലാഭവും നഷ്ടവും ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. ബ്രേക്ക് ഈവൻ അനാലിസിസ് ഉപയോഗിച്ച് വ്യത്യസ്ത ലെവലുകളിലുള്ള പ്രവർത്തനങ്ങളുടെ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കാൻ സാധിക്കും. ആകെ വരുമാനം ആകെ ചെലവിന് തുല്യമായി വരുന്ന ലെവലിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പോയിൻ്റ് അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. പ്രോഫിറ്റും ലോസും ഇല്ലാത്ത ഒരു പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. സെയിൽസ് വോളിയം അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ് ഈസ് നോൺ ആസ് ബ്രേക്ക് ഈവൻ പോയിന്റ്. പ്രോഫിറ്റോ ലോസോ ഇല്ലാത്ത, അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്, അല്ലെങ്കിൽ ആകെ വരുമാനം ആകെ ചെലവിന് തുല്യമായി വരുന്ന ലെവലിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റോ ലോസോ ഇല്ലാത്ത ഒരു പോയിൻ്റാണ് ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ചെലവും അളവും ലാഭവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇത് പ്രോബബിൾ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. വ്യത്യസ്ത ലെവലുകളിലുള്ള പ്രവർത്തനങ്ങളുടെ പ്രോബബിൾ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. ലാഭവും നഷ്ടവും ഇല്ലാത്ത ഒരു പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ബഡ്ജറ്ററി കൺട്രോൾ. നാലാമത്തേതാണ് ബഡ്ജറ്ററി കൺട്രോൾ. എന്താണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് നോക്കാം. Budgetary control is a technique of managerial control in which all operations are planned in advance in the form of budgets and actual results are compared with budgetary standards. Budgetary control എന്ന് പറഞ്ഞാൽ ഇവിടെ it is a technique of managerial control in which all operations are planned in advance. അതായത് യഥാർത്ഥ പ്രകടനത്തെ ബജറ്ററി നിലവാരങ്ങളുമായിട്ട് ഇവിടെ താരതമ്യം ചെയ്യുകയും ചെയ്യുന്നത്. ബജറ്റുകളുടെ സഹായത്തോടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ് ബജറ്ററി കൺട്രോൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് മാനേജീരിയൽ കൺട്രോൾ ഇൻ വിച്ച് ആൾ ഓപ്പറേഷൻസ് ആർ പ്ലാൻഡ് ഇൻ അഡ്വാൻസ് ഇൻ ദ ഫോം ഓഫ് ബഡ്ജറ്റ്സ് ആൻഡ് ആക്ച്വൽ റിസൾട്ട്സ് ആർ കമ്പയർഡ് വിത്ത് ബഡ്ജറ്ററി സ്റ്റാൻഡേർഡ്സ്. എല്ലാ ഓപ്പറേഷൻസും പ്ലാൻ ചെയ്തത് ബഡ്ജറ്റുകളുടെ രൂപത്തിലും അതുപോലെ തന്നെ യഥാർത്ഥ റിസൾട്ടുകളെ ബഡ്ജറ്ററി സ്റ്റാൻഡേർഡുകളുമായിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് മാനേജീരിയൽ കൺട്രോൾ. മാനേജീരിയൽ കൺട്രോളിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് ഇൻ വിച്ച് ആൾ ഓപ്പറേഷൻസ് ആർ പ്ലാൻഡ് ഇൻ ദ അഡ്വാൻസ്. ഓപ്പറേഷൻസ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ബഡ്ജറ്റുകളുടെ രൂപത്തിലും ആൻഡ് ആക്ച്വൽ റിസൾട്ട്സ് ആർ കമ്പയർഡ് വിത്ത് ബഡ്ജറ്ററി സ്റ്റാൻഡേർഡ്. യഥാർത്ഥത്തിലുള്ള റിസൾട്ടുകളെ ബഡ്ജറ്ററി സ്റ്റാൻഡേർഡുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ ടെക്നിക്ക് 4 തരത്തിലുള്ളത്. ഒന്ന് പേഴ്സണൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ വ്യക്തിപരമായ നിരീക്ഷണം, രണ്ടാമത്തേത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ, മൂന്നാമത്തേത് ബ്രേക്ക് ഈവൻ അനാലിസിസ്, നാലാമത്തേത് ബഡ്ജറ്ററി കൺട്രോൾ. വ്യക്തിപരമായ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് വ്യക്തിപരമായ നിരീക്ഷണം എന്നുള്ളത്. നേരിട്ട് നിരീക്ഷിക്കുന്നതിനാൽ മികച്ച പ്രകടനം നടത്താനുള്ള മനഃശാസ്ത്രപരമായ സമ്മർദ്ദം ജീവനക്കാരിൽ ഉണ്ടാക്കാൻ ഈ പേഴ്സണൽ ഒബ്സർവേഷൻ കൊണ്ട് കഴിയും. രണ്ടാമത്തേത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ശരാശരി, ശതമാനം, അനുപാതം തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്കൽ അളവുകൾ സ്ഥാപനത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രകടനങ്ങളെക്കുറിച്ച് മാനേജർമാർക്ക് വിവരങ്ങൾ നൽകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ശരാശരി, അതായത് പേഴ്സൻറ്റേജ്, ശരാശരി എന്ന് പറഞ്ഞാൽ ആവറേജ്, പേഴ്സൻറ്റേജ് അഥവാ ശതമാനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അനുപാതങ്ങൾ, റേഷ്യോസ് തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്കൽ അളവുകൾ സ്ഥാപനത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രകടനങ്ങളെക്കുറിച്ച് മാനേജർമാർക്ക് വിവരങ്ങൾ നൽകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മൂന്നാമത്തത് ബ്രേക്ക് ഈവൻ അനാലിസിസ് അഥവാ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത് ചെലവ്, അളവ്, ലാഭം എന്നിവ സംബന്ധിച്ചുള്ള പഠനത്തിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. വ്യത്യസ്ത ലെവലുകളിലെ പ്രവർത്തനങ്ങളുടെ ലാഭവും നഷ്ടവും ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. ആകെ വരുമാനം ആകെ ചെലവിന് തുല്യമായി വരുന്ന ലെവലിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പോയിൻ്റ് അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാലോ ഇവിടെ യഥാർത്ഥ പ്രകടനത്തെ ബജറ്ററി നിലവാരങ്ങളുമായി താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ബജറ്റുകളുടെ സഹായത്തോടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് ബജറ്ററി കൺട്രോൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് കോസസ് ഓഫ് ഡീവിയേഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. എന്തെല്ലാമാണ് ഡീവിയേഷൻ്റെ കാരണങ്ങൾ എന്നാണ് പറയുന്നത്. ആദ്യത്തേത് ഡിഫക്റ്റീവ് മെറ്റീരിയൽ അല്ലെങ്കിൽ മോശമായ മെറ്റീരിയൽസ് മുഖാന്തരം. ഡിഫക്റ്റീവ് മെഷീനറി, മോശമായ മെഷീനറികൾ ഒരു കാരണമാകാം. ഒബ്സല്യൂട്ട് മെഷീനറി അല്ലെങ്കിൽ തേയ്മാനം സംഭവിച്ച മെഷീനറികൾ. ഡിഫക്റ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ തെറ്റായ പ്രക്രിയ. ഡിഫക്റ്റീവ് ഫിസിക്കൽ കണ്ടീഷൻസ് ഓഫ് വർക്ക്, അതായത് വർക്കിൽ ഫിസിക്കൽ കണ്ടീഷൻസിലുണ്ടാവുന്ന ഡിഫക്റ്റീവ്നെസ്. ഇത്രയും കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഡീവിയേഷൻസ് അല്ലെങ്കിൽ റിസൾട്ടിൽ വരുന്ന ഡീവിയേഷൻസിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. റിസൾട്ടിൽ ഡീവിയേഷൻ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മെറ്റീരിയൽ ഡിഫക്റ്റീവ് ആവുന്നതും, രണ്ടാമത്തേത് മെഷീനറി ഡിഫക്റ്റീവ് ആവുന്നതും, മൂന്നാമത്തേത് മെഷീനറിയുടെ ഒബ്സലീറ്റ്നെസ് അല്ലെങ്കിൽ തേയ്മാനം എന്ന് പറയുന്നതും, പിന്നെ ഡിഫക്റ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയയിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റീവ്നെസ്, ഫിസിക്കൽ കണ്ടീഷൻസ് ഓഫ് വർക്കിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റീവ്നെസ്. ഇനി പറയാനുള്ളത് എന്താണ് ക്രിട്ടിക്കൽ പോയിൻ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. CPC അഥവാ ക്രിട്ടിക്കൽ പോയിൻ്റ് കൺട്രോൾ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് നെയ്തർ ഇക്കണോമിക്കൽ നോർ ഈസി ടു കീപ് എ ചെക്ക് ഓൺ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ. കൺട്രോളർ ഷുഡ് therefore focus on key result areas which are critical to the success of an organization. These KRAs are set as critical points. If anything goes wrong at the critical points, the entire organization suffers. അതായത് ക്രിട്ടിക്കൽ പോയിൻ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ വിജയത്തിൽ നിർണായകമായ പ്രവർത്തന മേഖലകളിലേക്ക് നിയന്ത്രണത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ മേഖലകളിലാണ് നമ്മൾ കീ റിസൾട്ട് ഏരിയ അല്ലെങ്കിൽ KRA എന്ന് പറയുന്നത്. കീ റിസൾട്ട് ഏരിയ അല്ലെങ്കിൽ KRA എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ വിജയത്തിൽ നിർണായകമായ പ്രവർത്തന മേഖലകളിലേക്ക് നിയന്ത്രണത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ നിയന്ത്രണത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മേഖലകളെയാണ് നമ്മൾ കീ റിസൾട്ട് ഏരിയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റിസൾട്ട് ഏരിയ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ മേഖലകളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അത് സ്ഥാപനത്തിനെ ആകെ ബാധിക്കും. ഈ കീ റിസൾട്ട് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഏരിയകളാണ്. ഈ ഏരിയയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ഥാപനത്തിനെ ആകെ ബാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ തപാൽ ചെലവ് 15% കൂടുന്നതിനേക്കാൾ ഗുരുതരമാണ് ശമ്പളം 5% കൂടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ക്രിട്ടിക്കൽ പോയിൻ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഏത് മേഖലയാണ് കൂടുതൽ നിയന്ത്രിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തിൽ നിർണായകമായ മേഖല ഏതാണെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യാം. ആ ഏരിയയെ നമ്മൾ കീ റിസൾട്ട് ഏരിയ എന്ന് പറയും. ഈ മേഖലകളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ ഈ കീ റിസൾട്ട് ഏരിയയിൽ സംഭവിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഡീവിയേഷൻസ് സ്ഥാപനത്തിനെ പൊതുവേ ബാധിക്കുന്ന പ്രവർത്തനമായിരിക്കും. ഉദാഹരണം തപാൽ ചെലവ് 15% കൂടുക എന്നതിനേക്കാൾ ഗുരുതരമാണ് ശമ്പളം 5% കൂടുക എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റയർ ഓർഗനൈസേഷന് സഫർ ചെയ്യുന്ന ആക്ടിവിറ്റി ക്രിട്ടിക്കൽ പോയിൻറ്റിൽ എന്തെങ്കിലും റോങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇഫ് എനിത്തിങ് ഗോസ് റോങ് അറ്റ് ദ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ദ എൻ്റയർ ഓർഗനൈസേഷൻ സഫേഴ്സ്. ഓർഗനൈസേഷൻ പൊതുവേ സഫർ ചെയ്യപ്പെടും. അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്ത് പറയാനുള്ളത് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. എന്താണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് നോക്കാം. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ഈസ് ആൾസോ നോൺ ആസ് കൺട്രോളർ ബൈ എക്സെപ്ഷൻ is an important principle of management control based on the belief that an attempt to control everything results in controlling nothing. Thus, only significant deviations which go beyond the permissible limit should be brought to the notice of management. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നുള്ള വാക്കിന് നമ്മൾ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നും പറയാറുണ്ട്. രണ്ട് രീതിയിലും പറയാം. മാനേജ്മെൻറ്റ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാലും കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാലും രണ്ടും തുല്യമാണ്. അതായത് അനുവദനീയമായ പരിധിയിൽ നിന്നുള്ള കാര്യമായ വ്യതിയാനങ്ങൾ മാത്രം മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നിയന്ത്രിക്കുകയും ചെയ്താൽ മതി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. എല്ലാം നിയന്ത്രിക്കാൻ പോയിക്കഴിഞ്ഞാൽ ഒന്നും നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് എൻ അറ്റംപ്റ്റ് ടു കൺട്രോൾ എവറിത്തിങ്. എല്ലാം നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞാൽ റിസൾട്ട്സ് ഇൻ കൺട്രോളിങ് നത്തിങ്. ഒന്നും നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. ദസ് ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് വിച്ച് ഗോ ബിയോണ്ട് ദ പെർമിസിബിൾ ലിമിറ്റ്. പെർമിസിബിൾ ലിമിറ്റിന് പുറത്തുള്ള സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസിനെ മാത്രം ഷുഡ് ബി ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണ പരിധിയിൽ കൊണ്ടുവന്നാൽ മതി എന്നുള്ള ഒരാശയത്തിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് അനുവദനീയമായ പരിധിയിൽ നിന്നുള്ള കാര്യമായ വ്യതിയാനങ്ങൾ മാത്രം മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നിയന്ത്രിക്കുകയും ചെയ്താൽ മതി എന്നുള്ള കോൺസെപ്റ്റിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ അഥവാ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കറണ്ട് ചാർജിൻ്റെ വർധനവിൻ്റെ അനുവദനീയമായ പരിധി 3% നിജപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കറണ്ട് ചാർജ് 5% വർദ്ധിച്ചാൽ അത് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്.
അതായത് അനുവദനീയമായ പരിധിയിൽ നിന്നുള്ള കാര്യമായ വ്യതിയാനങ്ങൾ മാത്രം മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് എക്സെപ്ഷൻ എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറും എന്നതുകൊണ്ട് ഏറ്റവും അനുവദനീയമായ പരിധിയിൽ നിന്നുള്ള കാര്യമായ വ്യതിയാനങ്ങൾ മാത്രം മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോളിൻ്റെ ടെക്നിക്സ് അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കാവുന്ന രീതികൾ എന്തെല്ലാമാണ്, കൺട്രോളിങ് ചെയ്യാൻ കഴിയുന്ന രീതികൾ എന്തൊക്കെയാണ്. അത് 4 തരത്തിൽ ട്രഡീഷണൽ ടെക്നിക്സും ഉണ്ട്, മോഡേൺ ടെക്നിക്സും ഉണ്ട്. ട്രഡീഷണൽ ടെക്നിക്സ് മാത്രമാണ് പറയുന്നത്, മോഡൽ ടെക്നിക്സ് അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത്. ട്രഡീഷണൽ ടെക്നിക്സ് 4 തരത്തിലുള്ളതൊന്ന് പേഴ്സണൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ വ്യക്തിപരമായ നിരീക്ഷണം, രണ്ടാമത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ, മൂന്നാമത്തത് ബ്രേക്ക് ഈവൻ അനാലിസിസ്, 4 ബഡ്ജറ്ററി കൺട്രോൾ. വ്യക്തിപരമായ നിരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന അല്ലെങ്കിൽ പേഴ്സണൽ ഒബ്സർവേഷൻ വഴി നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മാനേജ്മെൻറ്റിനെ സഹായിക്കുകയും നേരിട്ട് നിരീക്ഷിക്കുന്നതിനാൽ മികച്ച പ്രകടനം നടത്താനുള്ള മനഃശാസ്ത്രപരമായ സമ്മർദ്ദം ജീവനക്കാരിൽ ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് വ്യക്തിപരമായ നിരീക്ഷണം അല്ലെങ്കിൽ പേഴ്സണൽ ഒബ്സർവേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാലോ ശരാശരി, ശതമാനം, അനുപാതം തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്കൽ അളവുകൾ സ്ഥാപനത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രകടനങ്ങളെക്കുറിച്ച് മാനേജർമാർക്ക് വിവരങ്ങൾ നൽകുന്നു. അതിനുവേണ്ടി ഉതകുന്ന രീതികളാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ശരാശരി അതായത് ആവറേജസ്, ശതമാനം അല്ലെങ്കിൽ റേഷ്യോ, അനുപാതം അല്ലെങ്കിൽ റേഷ്യോ, ശതമാനം അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്കൽ അളവുകൾ സ്ഥാപനത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രകടനങ്ങളെക്കുറിച്ച് മാനേജർമാർക്ക് വിവരങ്ങൾ നൽകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഇറ്റ് ഈസ് ദ പോയിൻ്റ് അറ്റ് വിച്ച് ദർ ഇസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. ലാഭമോ നഷ്ടമോ ഇല്ലാത്ത ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ചെലവ്, അളവ്, ലാഭം എന്നിവ സംബന്ധിച്ചുള്ള പഠനത്തിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. വ്യത്യസ്ത ലെവലുകളിലെ പ്രവർത്തനങ്ങളുടെ ലാഭവും നഷ്ടവും ഇതുപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. ആകെ വരുമാനം ആകെ ചെലവിന് തുല്യമായി വരുന്ന ലെവലിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പോയിൻ്റ് അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് എന്നതുകൊണ്ട് പറയുന്നത്. ചെലവ്, അളവ്, ലാഭം എന്നിവ സംബന്ധിച്ചുള്ള പഠനത്തിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. അടുത്തത് ബജറ്ററി കൺട്രോൾ. ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ യഥാർത്ഥ പ്രകടനത്തെ ബജറ്ററി നിലവാരങ്ങളുമായി താരതമ്യം ചെയ്യുകയും ബജറ്റുകളുടെ സഹായത്തോടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന രീതിയാണ് ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് കോസസ് ഓഫ് ഡീവിയേഷൻസിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു. ഒന്ന് ഡിഫക്റ്റീവ് മെറ്റീരിയൽ, പിന്നെ ഒന്ന് ഡിഫക്റ്റീവ് മെഷീനറി, പിന്നെ ഒന്ന് ഒബ്സലേറ്റ് മെഷീനറി, പിന്നെ ഒന്ന് ഡിഫക്റ്റീവ് പ്രോസസ്സ്, പിന്നെ ഒന്ന് ഡിഫക്റ്റീവ് ഫിസിക്കൽ കണ്ടീഷൻസ് ഓഫ് വർക്ക്. പിന്നെ നമ്മൾ 2 കാര്യം കൂടി പറഞ്ഞു, ക്രിട്ടിക്കൽ പോയിൻ്റ് കൺട്രോളും മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനും. ക്രിട്ടിക്കൽ പോയിൻ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ വിജയത്തിൽ നിർണായകമായ പ്രവർത്തന മേഖലകളിലേക്ക് നിയന്ത്രണത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ മേഖലകളെ നമ്മൾ കീ റിസൾട്ട് ഏരിയ എന്ന് പറയും. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ സ്ഥാപനത്തിനെ പൊതുവായി ബാധിക്കുന്ന മേഖലകളായിരിക്കും. ഉദാഹരണം, തപാൽ ചെലവ് 15% കൂടുന്നതിനേക്കാൾ ഗുരുതരമാണ് ശമ്പളം 5% കൂടുന്നത്. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാലോ അനുവദനീയമായ പരിധിയിൽ നിന്നുള്ള കാര്യമായ വ്യതിയാനങ്ങൾ മാത്രം മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നിയന്ത്രിക്കുകയും ചെയ്താൽ മതി എന്നുള്ള കോൺസെപ്റ്റാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കറണ്ട് ചാർജ് വർധനവിൻ്റെ അനുവദനീയമായ പരിധി 3% നിജപ്പെടുത്തുന്നു. കറണ്ട് ചാർജ് 5% വർദ്ധിച്ചാൽ അത് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. 3 എന്നുള്ളതാണ് അനുവദനീയമായ പരിധി. അതിന് പുറമെയുള്ള വ്യതിയാനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ വീഡിയോ എല്ലാവരും കാണുക. മോഡേൺ ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.